മഞ്ജരിക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടാ ഇഷ്ടം? റാപ്പാണോ? ഞാൻ എല്ലാ പാട്ടും കേൾക്കും. അത് ഓരോ സമയത്ത് ഓരോ പോലെയാണ്. ചില സമയത്ത് ഈ മഴയൊക്കെ പെയ്യുമ്പോ മെലഡീസ്, നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒക്കെ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു, അതില് ചന്ദനജാലകം തുറക്കൂ, ആ ലൈൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചില സമയത്ത് ലൈൻസ് പോലും ഭയങ്കര മീനിങ് എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു ഒന്നിങ്ങു നോക്കുമോ പൂന്തിങ്കളേ, ഇതൊക്കെ ഈ പാട്ടുകള്. പിന്നെ സംടൈംസ് ലൈക്ക് വിശ്വം കാക്കുന്ന നാഥ, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഡിവോഷണൽ സോങ്സ്, അതൊക്കെ ഭയങ്കര മൂഡ് ലിഫ്റ്റേഴ്സ് ആണ്. കറക്റ്റ്. എനർജി ഗിവിംഗ് പാട്ട് എനർജി. ഇപ്പൊ പാടിയൊന്നും പാടിയേ? ഏതാ? വിശ്വം കാക്കുന്നത്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സത്യം ഞാൻ മഞ്ജരീനെ അങ്ങ് നെത്തെടുത്തോണ്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആവശ്യമുള്ളപ്പോ ടേപ്പ് ഓണാക്കുന്ന പോലെ മഞ്ജരീനെ ഒന്ന് കുത്തിവിടാ. ഈ ഫസ്റ്റ് പാടിയപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹൗ യു ഗോട്ട് ദ ചാൻസ്? എങ്ങനെ അത് പാടി? ആ ഒരു ഫിയർ, ഇപ്പത്തെ പിള്ളേരൊക്കെ സ്റ്റേജ് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫിയർ ആയിരുന്നോ അന്ന്? സ്റ്റേജ് ഫിയർ ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞു പോയതല്ല, നമ്മളെ അവിടെ കൊണ്ട് നിർത്തിയതാ. അതുകൊണ്ട് ആ ഫിയർ ഇല്ല. കാരണം നമ്മൾ പോകുന്നു, ഒരു സംഭവം പറഞ്ഞു ചെയ്യുന്നു. അപ്പൊ ആ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഫിയർ ഇല്ല. ബട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമുണ്ട്. അതായത് നമ്മള് കുറെ സ്റ്റേജിലൊക്കെ പാടുന്നുവെങ്കിലും ആദ്യമായിട്ട് എനിക്കൊരു സിനിമയിൽ പാടണം എന്ന് പറഞ്ഞ് ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ സിനിമയിൽ പാടാൻ പറ്റുമോ? കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു എനർജിയാണ്. നമ്മൾ വലിയ സ്ക്രീനിൽ കാണുന്നു, ആക്ടേഴ്സ്, പാട്ട് ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മ്യൂസിഷ്യൻസ് പറഞ്ഞിരുന്നു, നിങ്ങൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കാസറ്റിലോ CD-യിലോ ഒക്കെ ആക്കിയിട്ട് അത് കൊടുക്കൂ, എല്ലാ വോയിസ് ടെസ്റ്റ് പോലെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വോയിസ് ടെസ്റ്റ് അലൗ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും അച്ഛനും കൂടി ചെന്നൈ മുഴുവനും നടന്ന് കുറേ സ്റ്റുഡിയോസിൽ ഇതുപോലെ പല ടൈപ്പ് സോങ്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അറബിക്, ഇങ്ങനെ പലതൊക്കെ പാടിയിട്ട് ഒരു ഇതിലാക്കി. നമ്മുടെ ഒരു വേഴ്സിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റുഡിയോസിലും കൊടുത്തു. അപ്പം അവരൊക്കെ വിളിക്കുന്നു വിചാരിച്ചു. പക്ഷെ ആരും നമുക്ക് വിളിയൊന്നും വന്നില്ല. കാരണം അത് ജസ്റ്റ് ഒരു സേയിങ് അല്ല, ആരും ഇരുന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ പോയി ഇത് കൊടുത്തു. അപ്പം വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇരുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ബട്ട് പല മാജിക്കൽ മൂമെന്റ്സ് പോലെയാണ് ഓരോ സോങ്സും എനിക്ക് വന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത മൊമെന്റ്സിലൊക്കെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും അതിശയിച്ച് ചിന്തിച്ചത് രവീന്ദ്ര മാസ്റ്ററുടെ ഒക്കെ പാട്ടുകൾ. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നോ പാടാൻ പറ്റുന്നോ വിചാരിച്ചതാണ്. ഓഫ്കോഴ്സ് ഞാനൊരു TV പ്രോഗ്രാമിൽ ഒരു പാട്ട് ചുമ്മാ പാടി. അപ്പൊ ഇത് ടെലികാസ്റ്റ് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. അന്നൊന്നും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. നമുക്ക് അവരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ല. അപ്പൊ ഇത് TV-യിൽ വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ടിങ്ങനെ ഇത് രവീന്ദ്ര മാഷെ കണ്ടിരുന്നെങ്കിൽ ഒരു വോയിസ് ടെസ്റ്റിന് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ പാട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്ന രവീന്ദ്ര മാഷെ. എനിക്ക് ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ സംഭവിച്ചു. ശരിക്കും പേടിച്ചു, എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞുള്ളി നോക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ അത് എങ്ങനെയാ സംഭവിച്ചു എന്നുള്ളത്. ദൈവം കേട്ടിട്ടുണ്ടാവോ? ദൈവം കേൾക്കാതെ വേറെ ഒരു വഴിയില്ല, ആരും റെക്കമെൻഡേഷൻ ഇല്ല അവിടെ. ഇല്ല. എന്നോട് ഞാൻ രവീന്ദ്ര മാഷാണ് മോളെ, രവി അങ്കിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഞാൻ കിളി പോയ അവസ്ഥയിൽ എന്നെയോ ഇപ്പോഴും. അപ്പൊ അങ്ങനെ കുറെ എക്സ്പീരിയൻസ്. ഇപ്പൊ രാജാ സാറിന്റെ അടുത്ത് പാടിയതായാലും എല്ലാം. ആ ഒരു എക്സ്പീരിയൻസ് പറയോ? സാറിനോട് പാടിയ സാറിനെ നേരിട്ട് കാണാന്ന് പറയാ എത്രയോ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. കാണാൻ ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും ആഗ്രഹം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി അവിടെ CD കൊണ്ടുപോയി. എനിക്കൊന്നും നടന്നില്ല. പക്ഷെ അവിടെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ ഞാൻ വീടിന്റെ പുറത്ത് സ്റ്റുഡിയോന്റെ പ്രസാദ് സ്റ്റുഡിയോന്റെ നേരെ പുറത്ത്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കോയിനൊക്കെ ഉഴിഞ്ഞിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ദൈവമേ മിന്നിച്ചേക്കടേ പോയി പോയി അതൊന്നും കോളൊന്നും വന്നില്ല. പക്ഷെ നാട്ടിൽ ഇതുപോലെ പാവക്കിനാവ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ, ഒരു അതിന്റെ ടൈറ്റിൽ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ, അദ്ദേഹത്തിന്റെ മ്യൂസിക്കും ലിറിക്സും ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പാടാൻ വേണ്ടി പോയപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഇളയരാജ സാറിന്റെ അടുത്ത് പോകുന്നുണ്ട്, 2 മാസം കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റിന് ഞാൻ വിളിക്കുക, അവിടെ വരൂ, ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അപ്പോഴും വിചാരിച്ചു അല്ല, പക്ഷെ വിശ്വാസമായില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ ആയിരിക്കും, ആവണമെന്നില്ലല്ലോ. കാരണം നമുക്ക് ചുമ്മാ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു, ഒരാളെ എൻകറേജ്മെന്റ് പോലെ പറഞ്ഞു പോവാലോ. പക്ഷെ കൃത്യം ആ ഡേറ്റ് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ ഇന്ന ഡേറ്റിന്, അപ്പം മോളൊരു കാര്യം ചെയ്യൂ, നാളെ എത്തിക്കോ, ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട, സാറിന് ഇഷ്ടപ്പെട്ടാൽ പാടിക്കും, ഒരു വോയിസ് ടെസ്റ്റ് കണ്ടു ലോട്ടറി കാണുന്ന തന്നെ ഒരു ലോട്ടറി അടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ചെന്നു, അവിടെ എന്തോ സ്ട്രൈക്ക്. അപ്പം വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ വെയിറ്റിങ്ങിലാണ് ഏറ്റവും നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ്. അവിടെ അടുത്ത ദിവസം ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു ഡോറുണ്ട്, ആ ഡോറ് തുറന്നിട്ട് ആര് വരുമ്പോഴും രാജാ സാറാണെന്ന് വിചാരിച്ച് എണീറ്റ് നിൽക്കും ഞാൻ. രാജാ സാറല്ല, അടുത്ത ആള് വന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോ സാർ അതുവഴി നടന്ന് ഇന്ന് ഇറങ്ങി പോയാ ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അപ്പൊ ഈ മറ്റേ ട്രെയിൻ വന്ദേ ഭാരത് പോകുന്ന പോലെയാ പോയത്, എല്ലാരും പുറകെ സ്പീഡിൽ പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഒരാൾ, ഞാൻ ചോദിച്ചു എന്താ സംഭവം, രാജാ സാർ ഇപ്പൊ ഉള്ളിലേക്ക് പോയി. സാറ് പോയോ, ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കുറെ നേരം നിന്നു അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം സാർ അതുവഴി ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയാണോ പാടുന്നത്, ഓക്കെ വരൂ, വോയിസ് ടെസ്റ്റിന് വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ സാറിന്റെ പൂജാമുറി ഉണ്ട്, അവിടെ സാർ ഹാർമോണിയൊക്കെ വെച്ചിരുന്നു. അപ്പൊ എല്ലാരും കിടുകിടാ വരയ്ക്കുക അവിടെ. എന്ത് പാടും ചോദിച്ചു. അപ്പൊ ഞാൻ സാർ ഞാനൊരു കീർത്തനം പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ 2 വരി ഒരു കീർത്തനം പാടി. ഓക്കെ എന്ന് പറഞ്ഞു, പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞു. അപ്പൊ നേരെ ഡോറിന്റെ പുറത്ത് പോയി അവിടെ ഇങ്ങനെ നിന്നു. എന്താന്ന് അറിയില്ലല്ലോ, റിസൾട്ട് അറിയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ ഡോറ് തുറന്നു, എല്ലാരും വീണ്ടും അതേപോലെ പോകുന്നു. ഇതെന്താ ഇവിടെ സംഭവം? അപ്പൊ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒന്ന് പറയൂ, എന്താ സാറ് പാടിക്കുവോ? പറഞ്ഞ ആ പാട്ട് പഠിച്ചോളാൻ പറഞ്ഞു. ഇതാ ഒരു പാട്ട് ഇതാ പഠിച്ചോ. സാറ് പറഞ്ഞു ഓക്കെ ആണ്, ഈ കുട്ടി പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ പടത്തിൽ അതിനുശേഷം രാജാ സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റും പാടി, ഒരു ഗ്രൂപ്പ് സോങ്ങും പാടി. എന്നിട്ട് വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ 2 തമിഴ് പാട്ടും പാടി സാറിന്റെ ഇതില്. അപ്പൊ ഒരു പോക്കില ഒരു ലോട്ടറി അടിച്ചത് 5 പാട്ട്.